ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ഭ്രൂയാത്. ഹരേ ശരണമയ്യപ്പ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ ധന്യാത്മാക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതം മധുരിത തരമാക്കി മാറ്റുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ ഉമ്മറത്ത് ഒരു തെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുന്നത് അല്ല, തേങ്ങ താഴത്തോട്ട് വീഴുന്നത് അല്ല, മറിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിനെ പിടിച്ച് പെറിച്ച് വലിച്ച് താഴത്തോട്ട് ഇടുന്നതാണ്. ഇതുപോലെ ഒന്നും ഇവിടെ സംഭവിക്കുന്നതല്ല, എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സംശയത്തിൻ്റെ ലോകത്തിലാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ജീവിക്കുന്നത്. കാരണം ക്യാമറ കണ്ണിലൂടെയുള്ള ലോകമാണ്. ഇരുന്നാലും നിന്നാലും കിടന്നാലും എവിടെ നോക്കിയാലും മൃത്യുഭഗവാൻ മുന്നിൽ കാണുന്നത് പോലെ ക്യാമറയിലാണ്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ജീവിതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ കാര്യം ഏതായാലും പോക്കോട് പോക്കാണ്. നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് വരും തലമുറയെ, 30 വയസ്സിന് താഴത്തുള്ള നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും അവർ ഈ ഭാരതത്തിൽ അവതരിച്ചിരിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്യാനാണ്, അത്യത്ഭുതങ്ങൾ ചെയ്യാനാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിശ്വഗുരുവായി വളർന്ന് ലോകത്തെ നമ്പർ 1 ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെയും ചൂഷണം ചെയ്യാൻ പറ്റില്ല, ആർക്കും ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗയ എന്ന് പറഞ്ഞ പോലെ, കാരണം രാഷ്ട്രീയക്കാർ നമ്മളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണേത്. ഇപ്പോഴും സമൂഹത്തിൽ ചാതുർവർണ്ണ്യമാണ് നിലനിൽക്കുന്നത്. 4 വിഭാഗം ജനങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഒന്നുമില്ല, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റുകളാണ് ഞാനും നിങ്ങളും. അപ്പോൾ അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഗൂഗിൾ ഡോക്ടേഴ്സാണ് അമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ഗൂഗിൾ ഡോക്ടേഴ്സാണ്. അതുപോലെ തന്നെ യൂട്യൂബ് പണ്ഡിതന്മാരും ഇൻസ്റ്റഗ്രാം അഡ്വക്കേറ്റുമാരും, ഇങ്ങനെ 4 വിഭാഗമാണ്
സമൂഹത്തെ. ഈ സമൂഹത്തെ ഇവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയകളിൽ റിസർച്ച് നടത്തി അൾട്രാ മോഡേൺ ഇൻവെൻഷനുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടിക് യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ജീവിതം ദുരിതപൂരിതമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് നമ്മുടെ പുരാണങ്ങളുടെ പ്രസക്തി, അപ്പോഴാണ് സനാതനമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ പ്രസക്തി. നമുക്കറിയാം 2025 ഈ 2025 വർഷമായിട്ടും യേശുക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യൻ മതത്തിൽ ഒരാളും അവതരിച്ചിട്ടില്ല. മുഹമ്മദ് നബിക്ക് ശേഷം മുസ്ലിം മതത്തിലും ആരും അവതരിച്ചിട്ടില്ല. സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എൻ്റെ ഗുരുപരമ്പരയിൽ ശങ്കരൻ തന്നെ ശങ്കരാചാര്യരായിട്ട് അവതരിച്ചു. വേദവ്യാസ ഭഗവാനിലൂടെ, തപോവനാനന്ദ സ്വാമികളുടെ, സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ, എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി. ഇതൊരു പരമ്പര തന്നെയാണ് അവതാരങ്ങളുടെ. നമുക്കറിയാം, അൺബിലീവബിളായിട്ടുള്ള ഒരു സത്യമാണ് നമ്മുടെ മുന്നിലൂടെ മാതാ അമൃതാനന്ദമയി ദേവി അമ്മ ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതാണ് സനാതനമായ ഹൈന്ദവ സംസ്കൃതി. ഇത് ഓരോ വ്യക്തിയെയും പ്രൊഡക്റ്റ് ചെയ്യുകയാണ്. മനുഷ്യദേവനായി പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതാണ് പുരാണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാച്ച നാസയിലൊക്കെ ഈ ISRO പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ ടേബിളിൻ്റെ മുകളിൽ, നാസയിലൊക്കെ എല്ലാ ടേബിളിൻ്റെ മുകളിലും, ഞാൻ പറയുന്നതല്ല, ISRO ചെയർമാൻ മാധവൻ സാറ് പറഞ്ഞതാണിത്, ഓരോ രാമായണം ഉണ്ടാവും, പുരാണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നവ ഇതി പുരാണം. വളരെ ആദികാവ്യമാണ്. പക്ഷേ ഇന്നും അതിൻ്റെ പ്രസക്തി എന്താണ്? ഈ നമ്മൾ നേരത്തെ സനാതനം എന്ന് പറഞ്ഞില്ലേ, ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് പറഞ്ഞു മമേവാംശോ ജീവലോക ജീവഭൂത സനാതനം. എൻ്റെ ഒരു അംശമാണ്. ഇവിടെ മനസ്സിലാക്കണം, അവിടെ വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യുകയാണ്. എൻ്റെ ഓരോ അംശവുമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിലും ഉള്ളത്. മനസ്സിലായിട്ടില്ലല്ലോ? എല്ലാത്തിലും ഓരോ ചിപ്പ് ഫിറ്റ് ചെയ്തിട്ട്, അത് മനസ്സിലായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാത്തിനകത്തും ഓരോ ചിപ്പ്. അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സദാ നൂതനമായി ഒരിക്കലും നശിക്കാത്ത ഈ സംസ്കൃതി. അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ന്യൂജനാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കുടുംബത്തിൽ. അവർ ചോദിക്കും, അങ്കിള് ഇപ്പോൾ ഇതിനെന്താ പ്രസക്തി? കുഞ്ഞുമക്കൾ ചോദിക്കും, അപ്പൂപ്പ ഈ പഴംബിരിയാണത്തിന് എന്താ ഇത്ര പ്രസക്തി? ഇപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിലെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവർ ചോദിക്കും, ഗുരുജി ഇതിനൊക്കെ ഇപ്പോഴെന്താണ് പ്രസക്തി? ഇപ്പോൾ ഉദനാപുരം വേദപാഠശാലയിലെ കുട്ടികളെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നുണ്ട്. അവരും ചോദിക്കാറുണ്ട് ഇപ്പോഴിതിൻ്റെ പ്രസക്തി എന്താണെന്ന്. എൻ്റെ മകനടക്കം ചോദിച്ചു. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച ചോദ്യമാണിത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ്, അച്ഛാ എന്താണ് ഇതിൻ്റെ പ്രസക്തി? 6500 വർഷം മുന്നേ ഋഷികൾ അവരുടെ ബുദ്ധിയിൽ, അവരുടെ ബോധത്തിൽ തെളിഞ്ഞു വന്ന ഈ വേദങ്ങളുടെ പ്രസക്തി ഇന്ന് എന്താണ് ഇത്ര? അപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞാൽ കേട്ട് പഠിച്ചതാണ്. ഈ ശ്രുതിക്ക് ശ്രദ്ധിക്കണം, ശ്രുതി യുക്തി അനുഭൂതി. അവനവൻ്റെ ബുദ്ധിക്ക്, അവനവൻ്റെ കോമൺ സെൻസിൽ. നമ്മളെ സ്വാമി ചൈതന്യാനന്ദജി, നിശ്ചിത് ചൈതന്യാനന്ദജി പറയും, തൈരിൽ കിട്ടിക്കുക അത് കടഞ്ഞിട്ട് അതിൻ്റെ വെണ്ണ എടുക്കണം എന്ന്. അതുപോലെ ശ്രുതികൾ കടഞ്ഞെടുക്കണം.
കടഞ്ഞത് അവനവൻ്റെ ബുദ്ധിക്കകത്ത്, അവനവൻ്റെ ബോധത്തിനകത്ത്, അവനവൻ്റെ ചിന്തകളകത്ത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് അനുഭൂതിയിലെത്തുള്ളൂ. അനുഭൂതിക്കാണ് പ്രസക്തി. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, പാത്രം കഴുകുന്നതിലല്ല, ഇല കഴുകുന്നതിലല്ല, ഭക്ഷണം കഴിക്കുന്നത് അത് അനുഭൂതിയിലധികം. ശ്രുതി, യുക്തി, അനുഭൂതി, ശ്രവണ, പഠന, മനന, നിധിധ്യാസവം, ഇതാണ് ഋഷീശ്വരന്മാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 6500 മാക്സ് മുള്ളർ പറഞ്ഞതാണ്, 6500 വർഷം മുന്നേ ഉള്ള ഈ വേദങ്ങൾക്ക് ഇന്നെന്താണ് ഇത്ര പ്രസക്തി? മനസ്സിലാക്കണം. ആ 6500 വർഷം മുന്നേ ഉണ്ടാകുന്ന ജീവിതശൈലിയിൽ നിന്നും ഇന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു ഭൗതിക വികസനമാണ് അൾട്രാ മോഡേൺ സയൻസിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തുമെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഏത് കുട്ടിക്കും അറിയാം, രാമൻ നായർക്കും അറിയാം. അപ്പം മനസ്സിലാക്കണം, ഈ പുരോഗതി ഇപ്പോൾ ഒരു 1000 ഇരട്ടിയാണ് പുരോഗതിയെങ്കിൽ വേദകാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ 10 ലക്ഷം ഇരട്ടി ജീവിത പ്രശ്നങ്ങളെയാണ് ഞാനും നിങ്ങളും വരും തലമുറയും നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും അഭിമുഖീകരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് പ്രശ്നം? വ്യക്തിഗത പ്രശ്നം, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമൂഹിക പ്രശ്നം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം, ക്യാമറ പ്രശ്നം, വാട്സാപ്പ് പ്രശ്നം, യൂട്യൂബ് പ്രശ്നം, ഇൻ്റർനെറ്റ്, 100,000 കമ്പ്യൂട്ടർ പ്രശ്നം. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യത്തിലെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗങ്ങളാണ് വേദങ്ങൾ എങ്കിൽ ഇന്നും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ അന്ന് ജീവിതശൈലി രോഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ജീവിതം ഇന്ന് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിതമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ജീവിതശൈലി രോഗത്തിന് അടിമയാണ് ആധുനിക സമൂഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളത് ഈ കൊച്ചു കേരളത്തിലാണ്. എന്താണത് ചോദിക്കാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവിടെ ചത്ത് കുഴിച്ചിടേണ്ട ശവമാണ് വായ്ക്കകത്തോട്ട് ഇടുന്നത്. പിന്നെ മദ്യവും മയക്കുമരുന്നുമാണ് മലയാളിയുടെ ഇഷ്ടവിഭവം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം രോഗികളെ സൃഷ്ടിക്കുന്നത്. ഏതായാലും ശരി, ഈ ജീവിതശൈലിയിൽ അടിമുടി ഒരു പരിവർത്തനം നമ്മൾ വരുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളും വരും തലമുറയും ഈ ജീവിതശൈലിയിൽ നിന്നും മാറ്റങ്ങൾ വരുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സംസ്കാരം. ഈ ഹൈന്ദവ സംസ്കാരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിലും അധിഷ്ഠിതമായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹാപ്പി ഹോർമോൺ. നമ്മുടെ എല്ലാ മനുഷ്യൻ്റെയും ശരീരത്തിൽ എല്ലാ ഹോർമോണുകളും നാച്ചുറൽ ഹോർമോണാണ്. ഹാപ്പി ഹോർമോൺ മാത്രമാണ് ആർട്ടിഫിഷ്യലായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ അഡീഷണലായി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ബാലൻസ് ചെയ്യിക്കാനാണ് വേദങ്ങളും ഉപനിഷത്തുകളും. അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മക്കളോട് പറയാം, മക്കളെ, കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. LKG പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ മതി. മൊബൈലിൽ എടുത്ത് തോണ്ടി, മക്കളെ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, വേദങ്ങളും ഉപനിഷത്തുക്കളും നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോ സിസ്റ്റങ്ങൾ മുഴുവൻ അഗ്രാസീവാകുകയും നമ്മളെ ബ്രെയിൻ മുഴുവൻ ഓപ്പൺ ആകുകയും, ബ്രെയിനിലെ, ശ്രദ്ധിക്കൂ, ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രേ മാറ്റർ. ഈ ഗ്രേ മാറ്റർ മുഴുവൻ ഊർജ്ജസ്വലമായി, ഊഷ്മളമായി, ഡ്രഗ്സ് അടിച്ച മനുഷ്യൻ കളിക്കുന്ന വിഭ്രാന്തി പോലെ ഊർജ്ജസ്വലമാകുന്നു വേദമന്ത്രങ്ങൾ കേട്ടാൽ മാത്രം മതി.
ഇനി ഈ വേദമന്ത്രങ്ങൾ ചുമ്മാ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഈ ഞങ്ങളൊക്കെ ഈ വേദമന്ത്രം പഠിക്കുന്നത് വെച്ചാൽ യം പൃഥിവി യം പൃഥിവി യം പൃഥിവി, മുത്തശ്ശൻ പറയും ഒരു 150 ഉരു ചൊല്ല എന്ന് പറയും. യം പൃഥിവി യം പൃഥിവി യം പൃഥിവി, ഇങ്ങനെ 150 പ്രാവശ്യം പ്രാന്തനെ പോലെ ചൊല്ലും. ഈ 150 പ്രാവശ്യം യം പൃഥിവി എന്ന് ചൊല്ലുമ്പോഴേക്കും ഈ സൗണ്ട് ആദ്യം തോട്ട് എനർജി ന്യൂറോ സിസ്റ്റങ്ങളിൽ കറക്റ്റാണ് ഞാനീ പറയുന്നത്. അവിടെ വൈദ്യുതിയാണ്. ECGയുടെ ഇലക്ട്രോ കാർഡിയോഗ്രാമില്ലേ, അത് തന്നെയാണ് ഇവിടെ എനർജി. വൈദ്യുതി എന്നെ മെസ്സേജുകളായിട്ട് പാസ് ചെയ്ത് യം പൃഥിവി തോട്ട് ബ്രെയിൻ ബൂസ്റ്റ് ചെയ്തു, തോട്ടുകളിലൂടെ വരുന്നു, അത് സൗണ്ടായി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ശബ്ദതരംഭം വൈബ്രേറ്റിംഗ് എനർജി ആവുന്നു, നേരെ ബ്രെയിനിൽ കയറുന്നു. ശ്രദ്ധിക്കൂ, ടെമ്പർ ലോഗ്. എന്താണ് ടെമ്പർ ലോഗ് എന്ന ബ്രെയിനിൻ്റെ ഒരു പോർഷന് കേടുവന്ന് ചെതല് നിന്ന പോലെ കൊഴിഞ്ഞു വീഴുന്നതാണ് അൽസിമേഷ്യ. ഞാൻ ഈ പഠിച്ചത് കൊണ്ട് സദാശിവനിൽ തുടങ്ങി അങ്കിരസ ഋഷിയിലെത്തി, എൻ്റെ മുത്തശ്ശന്മാരിലൂടെ എന്നിലെത്തിയ ഈ സംസ്കൃതി. ഞാൻ അങ്കിരസ ഗോത്രത്തിലാണ്, യജുർവേദിയാണ്. അപ്പോൾ ഈ ഗുരുപരമ്പരയിൽ വന്നതുകൊണ്ട് എനിക്കും എൻ്റെ പരമ്പരയ്ക്കും വൈദിക സംസ്കൃതിയിൽ ഒരിക്കലും ഈ ടെമ്പർ ലോഗിന് കേടുവരില്ല, ഒരിക്കലും അൽസിമേഷ്യ വരില്ല. കാരണം എന്താണ്, യം പൃഥിവി ഇങ്ങനെ 150 പ്രാവശ്യം നിങ്ങളാരും ഒരു സംഭവം ഇതുവരെ ഏതെങ്കിലും ഒരു വാക്കിന് അവർ 150 പ്രാവശ്യം പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇതിനാണ് ഈ വേദങ്ങൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജോബായാലും പഠിത്തമായാലും എല്ലാം മത്സര പരീക്ഷയാണ്, കിടമത്സരത്തിലാണ്. എല്ലാവരും ജനിച്ച കുട്ടി മുതൽ മരിക്കുന്ന ഹോസ്പിറ്റലിലുള്ള ICU യൂണിറ്റിൽ വരെയുള്ള പേഷ്യൻ്റ് അടക്കം കിടമത്സരത്തിലാണ്. അവരൊക്കെ അനുഭവിക്കുന്ന ഒരു മഹോരോഗമാണ് സ്ട്രെസ്സും സ്ട്രെയിനും. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രീനൽ ഹോർമോണ്. ഇതാണ് നമ്മളെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത്. കുഞ്ഞുമക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യൂട്യൂബിനോട് ചോദിച്ചിട്ട് അവർ മറുപടി പറയും ഈ അഡ്രീനൽ ഹോർമോൺ എന്ന് പറയുന്നത് എന്താണെന്ന്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും പിരിമുറുക്കം, ഇങ്ങനെ കൂടി അധികം മുറുകി കെട്ട് വീഴും, പിന്നെ അത് വലിച്ചെടുക്കും വീണ്ടും അതുപോലെ. ഈ പിരിമുറുക്കത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ഇംബാലൻസ്ഡ് മൈൻഡിനെ ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് ഉയർത്താനാണ് ഈ വേദങ്ങൾ. ആഹാ കൊള്ളാലോ തിരുമേനി, കൊള്ളാം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇനി അത്ഭുതാവഹമായൊരു കാര്യം, ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റിൻ്റെ അയാളുടെ പേരൊരു ചോപ്രയാണ്, യൂട്യൂബിൽ അടിച്ചു കൊടുക്കണം. ചോപ്ര എന്ന് പറഞ്ഞിട്ട്. ഈ ചോപ്ര അമേരിക്കയിലാണ്, ഇന്ത്യക്കാരനാണ്. ഇയാൾ അവിടെ ഈ ക്യാൻസർ പിടിപെട്ടിട്ട് 98% മരണത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന പേഷ്യൻറ്റുകളെ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല അവർ, ഇദ്ദേഹം കൊണ്ടുപോയിട്ട് 24 മണിക്കൂറും വേദമന്ത്രങ്ങൾ ഈ പേഷ്യൻറ്റിനെ കേൾപ്പിക്കും. ഇപ്പോൾ അടുത്ത നിമിഷം മരിക്കും എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഇദ്ദേഹം 9 വർഷം വരെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ. യൂട്യൂബിനോട് അടിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയും. ഈ ചോപ്ര എന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി, വിശദമായിട്ട് പഠിച്ചോളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ. അപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഇവരെ ഉയർത്തേണ്ട കഴിവുണ്ട്. അവരെ റീബൂസ്റ്റിങ്, റീകൺസ്ട്രക്ഷൻ എല്ലാം A to Z ചെയ്യാനുള്ള കഴിവുകൾ ഈ വേദമന്ത്രങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ അട്ടിമുട്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ജീവിതശൈലിക്കും മാറ്റം വരുത്തി ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതിനാണ് നമ്മൾ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് ആ പ്രതികൂലതയെ ശ്രദ്ധിക്കണം, അനുകൂലമാക്കി, ആ അനുകൂലതയെ അവസരങ്ങളാക്കി അതും വിജയപ്രദമാക്കാനുള്ള കരുത്തുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജീവിത ദുഃഖത്തെ സമൂലമായി ബേൺ ചെയ്ത് കളയുന്നതാണ് വേദം.
കാരണം ഇത് ശ്രദ്ധിക്കണം, വേദം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. എന്തനുഭവം? പോസിറ്റീവായിട്ടുള്ള ശുഭാപ്തികരമായിട്ടുള്ള അനുഭവം. ഈ വേദകാലഘട്ടത്തിൽ തുടങ്ങുമ്പോൾ തന്നെ സന്ധ്യാസമയം വരുന്നു, ഇരുട്ട് വരുന്നു. ആ ഭീകരത വരുമ്പോൾ ഇവർ സമൂഹം, ജനങ്ങൾ എല്ലാവരും ഓടി ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആ ഇരുട്ടിനെ ഇവർ ഭയക്കുന്നു. ഇവർ ഇരുട്ടാ വരുന്നത്, രാത്രിയാകുന്നു, അഗ്നി പോലും അന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവർ ഭയന്ന് വിറച്ചുകൊണ്ട് അവർ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരനെയല്ല, അവരുടെ മനസ്സുകൾക്ക് ഒരു ഐക്യം വന്നുകൊണ്ട്, ആ ഈശ്വര കൺസെപ്റ്റ് പോലും വന്നില്ല, മനസ്സിനൊരു ഐക്യം വന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് എന്തെങ്കിലും ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെ ക്ഷീണിച്ച് അങ്ങനെ ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങുമ്പോൾ ഇവർക്ക് ഈ ദുഃഖങ്ങളെല്ലാം മാറുന്നു. സുപ്രഭാതത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു, സന്തോഷമായി തുള്ളിച്ചാടി നടക്കുന്നു. ഇനി വേദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഉറക്കത്തിൽ, ഉറക്കം ഇഷ്ടമാണല്ലോ, അതെ, ഉറക്കം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ മാധുര്യം, ആ സുഖം, ആ സന്തോഷം, ആ സംതൃപ്തി ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാനാണ് വേദങ്ങൾ പഠിക്കുന്നത്. എങ്കിൽ ഞാൻ പഠിക്കാതിരുമേനി, ഇത്രയേ ഉള്ളൂ. നമ്മളിത് പഠിക്കണം, നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമ്മളിതിനെക്കുറിച്ച് നിരന്തരം നമ്മളെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ ഭാര്യയൊക്കെ അതിൽ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഭാര്യയും ഈ വഴി വരും, മക്കളും വരും, കുഞ്ഞുമക്കളും വരും. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാനാണ് വേദങ്ങൾ പഠിക്കുന്നത്. യഥസുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിന് പൂർണ്ണ വിരാമമിടുന്ന ഒരേ ഒരു സന്ദർഭമാണ് നമ്മൾ കിടന്നു പിടിപിടാ പെടച്ചോണ്ട് തെരഞ്ഞുകൊണ്ടിരുന്നു. സ്വാമി ഉദയ ചൈതന്യജി പറയും, ഈ ഫാമിലി കോട്ട് കട്ടിൽ വന്ന അന്നാണ് ഈ ഉറക്കം നഷ്ടപ്പെട്ടത്. കാരണം ഇഷ്ടംപോലെ തെരഞ്ഞു കിടക്കാൻ, മറ്റേ ചെറിയൊരു കോണം കിടക്കുന്ന ഒരു കട്ടിലുണ്ടാവും, അതിൽ അനങ്ങാണ്ട് കിടക്കും, ഉറങ്ങും. അപ്പോൾ ഈ ആദ്യം 1 മണിക്കൂർ പെടക്കൽ, പിന്നെ 1 മണിക്കൂർ പകുതി ഉറക്കം, പിന്നെ 1 മണിക്കൂർ സ്വപ്നം, പിന്നെയാണ് സുഷുപ്തിയിലോട്ട് കയറുന്നത്. ആ യഥസുഷുപ്തൗ ന തവ അസ്ഥി ദുഃഖം. ദുഃഖത്തിന് പൂർണ്ണ വിരാമമിട്ട ആ സുഖം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൂടാ? അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കുകയാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും. അതിന് കൃഷ്ണ യജുർവേദം തന്നെ പറയുന്നു, സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത ജീവലോകേ. ശ്രദ്ധിക്കൂ, സുഷുപ്തികാലേ സകലേ വിനീത സുഖരൂപമേ ഇതി ഇതി ഇതി. ഞാൻ സുഖരൂപമാണ്, ഞാൻ സച്ചിദാനന്ദമാണ്, ഞാൻ പരമാനന്ദമാണ് എന്ന് ഓരോ മനുഷ്യനെയും അറിയിക്കുന്ന നിമിഷങ്ങളാണ് ജാഗ്രത, സ്വപ്ന, ഈ സുഷുപ്തി. ആ സുഷുപ്തിയിലുള്ള സുഖമാണ് ജീവിതത്തിൽ അനുഭവിക്കാനാണ് ഈ 4 വേദങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദങ്ങൾ നമ്മൾ പഠിക്കണം. അതുപ്രകാരം വൈദിക സംസ്കൃതിയിൽ ജീവിക്കണം. ഋഗ്വേദം ആദ്യത്തെ വേദം, അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. എന്നിലെ പ്രഹർഷണയുള്ള ജ്ഞാനമാണ്, അറിവാണ് ബ്രഹ്മ. രണ്ടാമത്തേതാണ് യജുർവേദം, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാകുന്നു ആ പരമമായ സച്ചിദാനന്ദം. സാമവേദം, സാമവേദത്തിലാണ് തത്വമസി. തത്വമസി എന്ന മഹാവാക്യമാണ് ഛാന്തോക്യോപനിഷത്തിലാണ്. ഇതാണ് അയ്യപ്പസ്വാമി. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധം പറയാനില്ലല്ലോ. തത്വമസി ശാന്തഗംഭീരമായ ഗുരുവിൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ടുള്ള ശിഷ്യനോടുള്ള ആത്മഹർഷമാണ് തത്വമസി. അതു നീയാകുന്നു കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിലുള്ള അറിവാകുന്നു നിന്നിലെ അസ്തിത്വം. ഇതാണ് തത്വമസി. പിന്നെ അഥർവവേദത്തിലുള്ള അയമാത്മാ ബ്രഹ്മ, എന്നിലെ അറിവാണ് ഈശ്വര ചൈതന്യം. അപ്പോൾ ആ പരമ്പരയുടെ ആ പരമ്പരയാണ് വൈദിക സംസ്കൃതി. കൃത്യമായിട്ടിത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈദിക സംസ്കൃതിയിൽ
ഇപ്പം ഞങ്ങളെ ഒക്കെ വൈദിക സംസ്കൃതിയിലാണ് ആ വേദമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ജീവിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രദ്ധിക്കൂ, ഈ കുഞ്ഞിനെ അച്ഛന് കൊണ്ട് കൊടുക്കും. ലിംഗവ്യത്യാസമില്ലാത്ത സംസ്കാരത്തിൻ്റെ പേരാണ് വൈദിക സംസ്കൃതി. അവിടെ ലിംഗവ്യത്യാസം ഒരിക്കലുമില്ല. കാരണം സമാനം മന്ത്ര സമിതി, സമാനം മനസ്സഹചിത്തമേഷം, സമാനീവ ആഹൂതി, സമാനി ഹൃദയാനും, എല്ലാം സമം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് എനിക്ക് പുതിയ ന്യൂജന് വലിയ ഇഷ്ടമാണ്. ലിംഗവ്യത്യാസം ഇല്ലാതെ അഭ്യാസങ്ങൾ, ബാക്കി നെഗറ്റീവ് അതൊന്നും നമുക്കിവിടെ ചിന്തിക്കേണ്ട. വൈദിക സംസ്കൃതി ഇപ്പോഴും ന്യൂജൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് പറയും. ഏതായാലും ശരി, ഈ കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അച്ഛൻ ഈ കുഞ്ഞിനെടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജാതി മതവും വർണ്ണവും വർഗമൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ല കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ്. എനിക്കിതറിയാം. 6500 വർഷം മുന്നേ ഉള്ള 4 പതിറ്റാണ്ട് കാലഘട്ടത്തെ അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ഇന്നും ജീവിച്ച് ഇതിൽ വളർന്ന് ഇതിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ആ കുഞ്ഞിനെടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ഒരു കർണഭേദനം ചൊല്ലുന്നുണ്ട്. അഥാസ്യ നാമകരോതി വേദോസീതി തദസ്യ തദ്ഗുഹ്യമേവ നാമഭവതി. അല്ലയോ പ്രിയപ്പെട്ട കുഞ്ഞേ, അഥാസ്യ നാമകരോതി, നിന്റെ പേര് വേദോസി ഇതി, വേദമാകുന്നു. പിന്നെ ഈ പോപ്പുലേഷന് അന്നേ അറിയാം ഋഷിക്ക്. ഇന്നിപ്പോൾ 140 കോടി ജനങ്ങൾ വെറുതെ ആവുന്നതുകൊണ്ട് തദസ്യ തദ്ഗുഹ്യമേവ, അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ ഏത് പേരിൻ്റെ കൂട്ടത്തിലും മുഹമ്മദ് ഉണ്ടാവും. മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് മലിക, മുഹമ്മദ് യൂസഫ് അലി എന്ന് പറഞ്ഞു നടക്കാൻ നമ്മുടെ ഹൈന്ദവ സംസ്കൃതി എല്ലാവരുടെയും പേരിൻ്റെ മുന്നിൽ വേദാന്നുണ്ടാവും. തദ്ഗുഹ്യമേവ. ഇനി നാമഭവതി, ഇഷ്ടമുള്ള പേര് വിളിച്ചോളാം. ഇഷ്ടമുള്ള പേരൊന്നും വിളിക്കൂല കേട്ടോ. ഞാൻ 2 വർഷം മുന്നേ വൈറ്റിലെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എന്താ പേരെന്ന് അറിയാമോ? മച്ചി. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കൊരു പേരുണ്ട്, പെട്ടി ഓട്ടോറിക്ഷ. കേട്ടിട്ടുണ്ടാവും, പെട്ടി ഓട്ടോറിക്ഷ. ഇതൊക്കെയാണ്. പിന്നെ മുസ്ലിങ്ങൾ പിന്നെ ഞാൻ പറയേണ്ടതല്ലോ. ഈ ഹൈന്ദവ സംസ്കൃതിയിൽ ഈ ദേവീദേവ സങ്കല്പം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഓരോ പേരിടുകയും അത് എന്നിൽ നിന്നും അന്യമല്ലാത്ത എനിക്ക് ആ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായിട്ട് ആ ദേവൻ്റെ പേര് തന്നെ, ഇഷ്ടദേവൻ്റെ പേര് ഞാനും ഇടുന്നു, എൻ്റെ മക്കൾക്ക് ഇടുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, ശംഭു ആധ്യാര്. ആത്യന്തികം ഇതി ശംഭു, പൂർണ്ണമായ ആ സച്ചിദാനന്ദ സ്വരൂപമാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകന് അയ്യപ്പസ്വാമിയുടെ ഉപാസന ഉണ്ടായപ്പോൾ മണികണ്ഠൻ, കണ്ഠസ്യ ഭൂഷണം ഇതി മണികണ്ഠ, ബ്രഹ്മമാണ് പ്രാണനായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വന്ദേ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയിൽ വന്ന് എൻ്റെ മകനും ഞാൻ ഈ ശംഭു എന്ന പേരിട്ടു. ഇതാണ് ഒരു പരമ്പര. അതിൻ്റെ മുന്നിലെല്ലാം ഇത് ഈ വേദോസീതി കാണും. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ കൃഷ്ണ യജുർവേദത്തിൽ വളരെ റിപ്പീറ്റ് ചെയ്യുന്ന നല്ലൊരു മന്ത്രമുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും പണിയെടുത്തത്. അപ്പോൾ ഈ നല്ല ഒരു കൃഷ്ണ യജുർവേദത്തിൽ വളരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിലുണ്ട്. ഏറ്റവും ബൃഹത്താണ്. നമുക്കറിയാം 1180 1180 ഉപനിഷത്തുക്കളിൽ ശ്രീശങ്കര ഭഗവത്പാദർ പൂർണ്ണാവതാരം എടുത്തിട്ട്, പൂർണ്ണജ്ഞാനാവതാരം എടുത്തിട്ട് നമ്മളോട് പറയുന്നു, ഈ കലിയുഗത്തിൽ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അൾട്രാ മോഡേൺ സയൻസിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും മണികണ്ഠ. അതുകൊണ്ട് എല്ലാം നീ പഠിക്കണ്ട, ഒരു 10 എണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ ശങ്കരാചാര്യോട് ചോദിച്ചു, അല്ല ശങ്കരൻ ചേട്ടാ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ശങ്കരേട്ടൻ ചേട്ടൻ ഞാൻ പറഞ്ഞുതരാം. മണികണ്ഠ പറഞ്ഞു, ഈശ കേശ കഠ പ്രശ്ന മുണ്ടമാണ്ഡൂക്യ തൈത്തിരി ഐത്തിരീയം ചാന്തോക്യം ബൃഹദാരണ്യകം തഥ. ഈ 10 ഉപനിഷത്തുകൾ പഠിച്ചാൽ മതിയെന്ന്. ഏതായാലും ശങ്കരാചാര്യരത് പറഞ്ഞത് ആ പരമ്പരയിൽ നിന്നും, ചിന്മയാമിഷയിൽ നിന്നും നമുക്കറിയാം. ചിന്മയാനന്ദ മഹാരാജിൻ്റെ പ്രിയ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തിരുമുഖത്ത് നിന്നും ഈ ദശോപനിഷത്ത് പഠിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഈ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകളുടെ ഷോർട്ട് നോട്ടായ ഈ ബൃഹദാരണ്യക ഏറ്റവും ബൃഹത്തായ
ശ്രദ്ധിക്കണം, ഏറ്റവും ബൃഹത്തായ ബ്രഹ്മവിദ്യ എന്താണ്? ഈ ജീവാത്മാവിനെ ബ്രഹ്മതത്വത്തിലേക്കും ബ്രഹ്മതത്വത്തിൽ നിന്നും അമൃതത്വത്തിലോട്ടും ഉയർത്തുന്ന ഈ മന്ത്രം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ ബ്രാഹ്മണത്തിൽ 1-ാമത്തെ മന്ത്രം തന്നെയാണ്. അത് എന്താണ്? എന്തിനാണ്? ഒന്നുമില്ല, മനസ്സിന് ഇത്തിരി സ്വസ്ഥത ലഭിക്കാൻ. നമ്മൾ വഴക്കിടുമ്പം പറയാറില്ലേ ഭാര്യയോട്, എടി എനിക്കൊരല്പം സ്വസ്ഥത. ഭാര്യ പറയാറില്ലേ, ചേട്ടാ എത്രയും പെട്ടെന്ന് ഓഫീസിലോട്ട് പോക്കോ, എനിക്കൊരല്പം സ്വസ്ഥത വേണമെന്ന്. മക്കളോട് അമ്മ പറയാറില്ലേ, മക്കളെ പെട്ടെന്ന് സ്കൂളിൽ പോ, എനിക്കൊരല്പം സ്വസ്ഥത വേണം. ട്യൂഷന് പോക്കോ, ട്യൂഷന് പോ എന്ന് പറയുമ്പം മക്കൾ പറയാറില്ലേ, അമ്മേ എനിക്കൊരിത്തിരി സ്വസ്ഥത. ഇനി സ്വസ്ഥത എന്താണെന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോകൾ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം സമയമില്ല. ഏതായാലും ശരി, വൈദിക സംസ്കൃതിയിൽ മാത്രമുള്ളൊരു വാക്കാണ് സ്വസ്ഥത. അതിന് പകരം മറ്റൊരു ഭാഷയില്ല. അവനവനെ കുറിച്ചറിഞ്ഞ് അവനവനിലിരുന്ന് അവനവനിൽ വികസിക്കുന്നതിനെയാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാ മോഡേൺ സയൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ മന്ത്രങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മളെ BP ഒക്കെ നോർമലാവും, നമ്മുടെ ഷുഗറൊക്കെ നോർമലാക്കും, നമ്മുടെ ബുദ്ധിയൊക്കെ നോർമലാക്കും. അപ്പോൾ ഇപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമുക്കിതൊരു വാക്കിംഗ് സ്റ്റിക്കായി നടക്കാം, വാക്കിംഗ് സ്റ്റിക്കായി ഉപയോഗിക്കാം. ഒപ്പം ഈ പരമ്പരയിൽ നിന്നും നമ്മുടെ മക്കളിലോട്ട് ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് അഗതി മന്ദിരത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ കൊണ്ടിടാതെ അവരുടെ പിതാവിനെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന സംസ്കൃതിയിൽ നമ്മളെ അവർ ഉൾക്കൊള്ളാൻ ഈ മന്ത്രങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. യം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യശ്ചായമധ്യാം പൃഥിവ്യാം തേജോമയോ അമൃതായ പൂരുഷാം യശ്ചായമധ്യാത്മാ ശരീര തേജോമയോ അമൃതായ പുരുഷ അയമേവ സംയോയമാത്മാ ഈതമമൃതം ഇദം ബ്രഹ്മ ഇദം സർവാ. ഇതാണ് ആ മന്ത്രം. കൃഷ്ണ യജുർവേദത്തിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന മന്ത്രം ആയതുകൊണ്ടാണ് എനിക്കിത് ഇത്ര ഇഷ്ടം. അപ്പോൾ എന്തിനാണ് ഈ മന്ത്രത്തിൻ്റെ എസൻസ്? അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തെ വളർത്തിയെടുക്കാനാണ്. ഈ അടുക്കും ചിട്ടയുമുള്ള ജീവിതം വളർത്തിയെടുക്കുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മൾ കൈ നോക്കി ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനെ. അതിനുശേഷം ശ്രദ്ധിക്കണം, ഭൂമിദേവിയെ തൊട്ട് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് കൃഷ്ണ യജുർവേദത്തിൽ. അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത വസുന്ധര ശിരസ ധാരയിഷ്യാമി രക്ഷസ്വമാം പദേ പദേ. കുതിരവണ്ടികളുടെ ചക്രങ്ങൾ കറങ്ങുന്ന ഭൂമി. നോക്കൂ, ചക്രം കണ്ടുപിടിച്ച് നിങ്ങൾ ഇപ്പോഴാണെന്നല്ല പറയുന്നത്, അതെ, ഇത് 6500 വർഷം മുന്നേ എഴുതി വെച്ചതാണ്. കുതിരവണ്ടിയുടെ ചക്രം കറങ്ങുന്ന ഭൂമി. അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത വസുന്ധര, സർവത്തിനെയും ധരിക്കുന്ന ഭൂമിദേവി. അവിടുത്തെ ഞാൻ ചവിട്ടുകയാണ്, അങ്ങയെ ഞാൻ ചവിട്ടുകയാണ്. എൻ്റെ അമ്മയുടെ നെഞ്ചിൽ അമ്മിഞ്ഞപ്പാലിനെ ചവിട്ടുന്നത് പോലെ ചവിട്ടുന്നതാണ്. രക്ഷസ്വമാം പതേ പതേ, എന്നെ രക്ഷിക്കണം ഓരോ ചവിട്ടടിയിലും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിദേവിയെ 2 കൈകൊണ്ടും ഫസ്റ്റിൽ തൊട്ട് തലയിൽ വെക്കുന്നു. അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു
തലേന്ന് ദിവസം ശ്രദ്ധിക്കൂ, ഈ കോട്ടണിൽ കിടന്നിട്ട് കോട്ടണും നമ്മുടെ ഓരോ കോശങ്ങളുമായി പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ബണ്ടിലായിട്ട് കിടക്കുന്ന എനർജി, നെഗറ്റീവ് എനർജി കാലുകുത്തി കാലിലൂടെ പോകുമ്പോൾ ഡിസ്ചാർജ് പെർഫെക്റ്റ് ആകാതെ തങ്ങി നിൽക്കുകയും അത് നാളെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ബ്രെയിനിൽ പല വിധത്തിലുള്ള കെമിക്കൽ അടിഞ്ഞുകൂടാനും സാധ്യത ഉണ്ടായതുകൊണ്ട് നേരിട്ട് ഹാർട്ടിലെയും ബ്രെയിനിലും ഈ രാത്രിയിൽ ഉൽപ്പാദിപ്പിച്ച എനർജികൾ ഭൂമിയെ തൊടുമ്പോൾ ഡിസ്ചാർജായി പോകുന്നു എന്ന് അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു. എന്നാൽ എൻ്റെ വൈദിക സംസ്കൃതി ഇത്ര മഹനീയമാണ്, ഇത്ര ശാസ്ത്രീയമാണ്. ഈ രീതിയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോഴും മാത്രമേ അവരിത് പഠിക്കുള്ളൂ, അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഞാനിത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും ഇന്നേ വരെ അദ്ദേഹം ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ക്യാൻവാസിൻ്റെ ഒരു ഷൂസ് അദ്ദേഹം ഹിമാലയത്തിൽ ബദ്രീനാഥിൽ കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് റാവൽ മഹാരാജായിട്ട്. ആ സമയത്ത് മാത്രമാണ് ഈ ക്യാൻവാസ് ഐസിൽ കുറച്ചു കാലം ഉപയോഗിച്ചത്. അദ്ദേഹം ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറയും, അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ തരുന്ന അമ്മിഞ്ഞയ്ക്ക് എങ്ങനെ ചെരുപ്പിട്ട് നമ്മൾ ചവിട്ടും എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുക. ഏതായാലും ശരി, ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ വളർന്ന് ഈ ഭൂമിയിലോട്ട് ലയിച്ചു ചേർന്ന ഈ വൈദിക സംസ്കൃതി നമ്മൾ ഈ ഭൂമിയെ എല്ലാം തന്ന് നമ്മുടെ യൂട്രസിനകത്ത് നമ്മുടെ അമ്മ നമ്മളെ വളർത്തിയതുപോലെ ജനിച്ച നിമിഷം മുതൽ അവസാന നിമിഷം വരെ ഈ ഭൂമിദേവി നമ്മളെ വളർത്തുന്നതുകൊണ്ട് ഭൂമി മാതാവായി ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് എന്നിട്ട് അന്ത്യനിമിഷത്തിൽ വായുരനിലമൃതമഥേദം ഭസ്മാന്ത്യം ശരീരം. നോക്കൂ, ഈ വായു, ഈ ജീവവായു, ഈ പുറത്തുള്ള പ്രാണവായു പുറത്തുള്ള വായുവുമായി കൂടിച്ചേരും വായുരന്. അതുവരെയുള്ള ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് നല്ലത് പറഞ്ഞ് നല്ലത് പ്രചരിപ്പിച്ച് നന്മ മാത്രം വമിപ്പിച്ചുകൊണ്ട് വസന്തമായി ജീവിക്കണം. അപ്പോഴാണ് വായുരനില അമൃതത്വത്തിലോട്ട് ലയിച്ച് ജഗദീശ്വരനായി ഒന്നായി ചേർന്ന് പോകുന്ന നിമിഷം വരെ ഈ ഭൂമി മാതാവ് ചരാചരാത്മകമായ സർവ ജീവജാലങ്ങൾക്ക് ആവശ്യമായ തേനൂട്ടുന്ന അമ്മയാണ്. കാരണം ഈ മാതാവിൻ്റെ സന്തതിയാണ് ഈ പ്രപഞ്ചം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സന്തതികളുടെ മാതാവാണ് ഭൂമി മാതാവ് എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ എസൻസ്. യം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു. നമുക്കെല്ലാവർക്കും അറിയാം തേനാണ്. കുട്ടിയോട് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വേദപാഠശാലയിൽ കുട്ടിയോട് ചോദിക്കും, കഴിഞ്ഞ ഞായറാഴ്ച എന്താ രാമൻ നായരെ വരാതിരുന്നത്? ഗുരുജി, അത് കല്യാണം ഉണ്ടായിരുന്നു. എന്തിനാടോ കല്യാണത്തിന് പോകുന്നേ? ഐസ്ക്രീം തിന്നാൻ. നീ എന്തിനാടോ കല്യാണത്തിന് പോകുന്നേ? സദ്യക്ക് പായസം കുടിക്കാൻ 3 പായസം ഉണ്ടാവും. അപ്പം മധുരം ഇത്രയധികം നമുക്ക് നാവിന് ഇഷ്ടമുള്ളതുപോലെ ബുദ്ധിക്കും മധുരമാണ് ഇഷ്ടമുള്ളത്. സ്വീറ്റ് ഡ്രീം. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പം ഇല്ല കേട്ടോ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, കാരണം ഈ വീഡിയോ എൻ്റെ ഭാര്യ കേട്ടെങ്കിലും വെച്ചിട്ടാണ്, പഞ്ചായരടി പറയും ആൺപിള്ളേരും പെൺപിള്ളേരും സംസാരിക്കുമ്പോൾ. എന്താണ് അവർ പാകിസ്ഥാൻ പ്രശ്നം പറഞ്ഞു തീർക്കല്ല, പിന്നെ ഷുഗർ കോട്ടഡ് വേർഡുകളാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ പഞ്ചായരടി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ മധുരമാണ് ജീവിതത്തിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് തുടങ്ങി ശബ്ദം നല്ലതായിരിക്കണം. അപ്പോൾ ചെവിക്ക് നല്ല മധുരം കിട്ടും. അപ്പോൾ സുഗന്ധം മൂക്കിന് നല്ല മധുരം കിട്ടും. അപ്പോൾ രുചിക്ക് നല്ല മധുരം കിട്ടും. അപ്പം നല്ല തണുപ്പ് ശരീരത്തിന്. ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ മധുരം അനുഭൂതിയിൽ കൊണ്ടുവന്ന് അനുഭവിക്കാനാണ് മനുഷ്യനായി ഇവിടെ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട്, ചിരിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഒരു വസന്തമായി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഇയം പൃഥിവീ സർവേഷാം ഭൂതാനാം മധു.
ഭൂതാവാസോ വാസുദേവോ സർവാസ നിലയോ നില. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ പഠിച്ചില്ലേ? ഭൂതാവാസോ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപാഠശാല കുട്ടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭൂതം എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. അതെന്താ മക്കളെ അങ്ങനെ പറഞ്ഞാൽ? അല്ല, അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവർ ഇവിടെ ഒരു ഭൂതം കിടപ്പുണ്ടെന്ന്. ആ ഭൂതമല്ല, അച്ഛനൊരു ഭൂതം അമ്മയൊരു ഭൂതം മക്കളെ ആ ഭൂതമല്ല, രൂപവും നാമകവുമുള്ള എല്ലാം ഭൂതമാണ്. അപ്പോൾ ഈ ഭൂതം ഭൂതാവാസോ വാസുദേവ, വാസുദേവൻ നിന്ന് എവിടെ കേട്ട് ഈ ഭൂതങ്ങളിലെല്ലാം വസിക്കുന്നത് എന്താണോ? ഭൂതാവാസോ വാസുദേവ സർവാസ നിലയോ, സർവത്തിലും നിറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് വരികയുണ്ട് വിശ്വാസത്തിൽ അനേകമൂർത്തി രവ്യക്ത ശതമൂർത്തി ശതാനന. അനേകം അൺലിമിറ്റഡ് ആയിട്ടുള്ള രൂപനാമാത്മകം. ശതം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്, വീണ്ടും റിപ്പീറ്റേഷൻ വരും ഇവിടെ, റിപ്പീറ്റേഷൻ. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും ഹാമറിങ് ദി ഐഡിയാസ് എന്ന് പറയും. അപ്പോൾ അന്യപൃഥിവ്യൈ സർവാണി ഭൂതാനി മധുരമായി സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പ്രാണവായു അമ്മ നമുക്ക് തരുന്നു. അസ്യ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു. അപ്പോൾ ഈ പ്രാണവായു നമുക്ക് മധുരമായി ഈ പ്രകൃതി, ഈ ഭൂമി ദേവിയാണ് നമുക്ക് തരുന്നത്. യശ്ചായമസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതായ പൂരുഷ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യശ്ചായമസ്യാം പൃഥിവ്യാം, ഈ ഭൂമിയിൽ നിന്നും എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നമുക്ക് എല്ലാത്തിലും പരസ്പരം തേജോമയോ തേജസ്സായി, പിന്നെ അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുന്ന പുരുഷനാണ്. പുരുഷൻ എന്ന് വെച്ചാൽ പുരുവിൽ ശയിക്കുന്ന പൂർണ്ണത്വാത് ഇതി പുരുഷാഹ. ഈ പൂർണ്ണമായിട്ടുള്ള പുരുഷൻ തേജോമയമാകുന്നു. തേജോമയോ എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനോവികാസം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മനനേഷു മനുഷ്യാണാം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയോ നിർവിഷയോ സ്മൃതയിലെ. അമൃതബിന്ദു ഉപനിഷത്ത്, അതും കൃഷ്ണ യജുർവേദത്ത് തന്നെയാണ്. ആ ഉപനിഷത്തിൽ അമൃതബിന്ദു ഉപനിഷത്തിലാണ് മനുഷ്യൻ്റെ ഡെഫിനേഷൻ. അതിനകത്ത് ഈ സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണാവതാരമെടുത്ത സർവ വേദ സംഗ്രഹ സംഭൂതമായ വേദങ്ങളുടെ എസൻസായ വേദങ്ങളുടെ പ്രാക്ടിക്കൽ ഹാളായ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ തേജസ്സുകൾ മുഴുവൻ ഈ ദേവചൈതന്യമാണ്. ബുദ്ധിയുടെയും ബുദ്ധിയായ ഈ ചൈതന്യം കണ്ട് ഭൂമിമാതാവ് തൻ്റെ സന്തതികളെ തേജോമയമാക്കുന്നതാണ് ഈ വായു, ഈ ജലം, ഈ അഗ്നി, ഈ ഭൂമി, ഈ സ്പേസ്. പിന്നെ ഔഷധികൾ ഔഷധങ്ങളായി മാറുന്നു. ആഹാരം തന്നെ ഔഷധമായി മാറുന്നു. നമുക്ക് വേണ്ട എല്ലാ കുടിക്കേണ്ട വെള്ളവും ശ്വസിക്കേണ്ട വായുവും കഴിക്കേണ്ട ഫുഡും ഈ ഭൂമി മാതാവ് തരുന്നു. അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷൻ തരുന്നു. അപ്പോൾ മധുര സംഗീതമായി അമ്മയുടെ മടിത്തട്ടിൽ വളർന്ന്, സ്വന്തം അമ്മയുടെ യൂട്രസിൽ വളർന്ന്, ഈ അമ്മയുടെ മടിത്തട്ടിൽ വളർന്ന് അമൃതത്വസിദ്ധി. ഈ അമൃതത്വസിദ്ധി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ ഭൂമിയിൽ നിന്നാണ്. കാരണം ജന്മനാ ജായതേ ശൂദ്ര, ജന്മനാ ജായതേ ശൂദ്ര ബാഹ്യ ആഭ്യന്തരവും അശൗച. ശങ്കരാചാര്യനും അപൂർണമായിട്ടാണ് ജനിക്കുന്നത്. അത് പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് പുരുഷനാകുന്നത്. ഈ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഈ ഭൂമി മാതാവ്. അപ്പോൾ എന്താണ്? ജനനം പോലെ തന്നെ പ്രാധാന്യം. ജനന മഹോത്സവം തന്നെയാണ് മരണമഹോത്സവമായി അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുന്നത്. ആ നിമിഷം വരെ തേജോമയോ അമൃതത്വ, തേജസ്സായി വരണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമി മാതാവ് കനിഞ്ഞനുഗ്രഹിക്കണം. നമ്മുടെ ഗുളികകൾ പോലും ഈ ഭൂമിയിൽ നിന്നുണ്ടാക്കുന്ന മിനറൽസ് ആൻഡ് മെറ്റൽസ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരത്തെ, ഞാൻ ജനിക്കുന്ന സമയത്ത് വെറും 3 കിലോ ആയി, ഇപ്പോൾ 60 കിലോ ആയി. ഇതൊക്കെ വികസിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഭൂമി ദേവി നിന്നാണ്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കണം. ഭാഗവത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു പർവ്വതം പൊന്തിക്കുന്നുണ്ടല്ലോ. എന്താണ്? എന്തോ ഒരു ഉദാഹരണം ഇല്ലേ?
ആ ആ അത് തന്നെ ഇത് അപ്പോൾ ഈ ഭൂമി കൃഷ്ണൻ പറഞ്ഞു ഇത് ദേവേന്ദ്രനല്ല പൂജിക്കേണ്ടത് മറിച്ച് ഈ പർവ്വതത്തെയാണ് എന്ന് പറയുന്നത്. പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അതെന്തിനാണ്? ഈ ഭൂമി ദേവിയുടെ പ്രതീകമായിട്ടാണ്. എന്ത് പർവ്വതത്തെയാണ്? അല്ല, ഒരു പർവ്വതത്തെ ഉയർത്തുന്നില്ലേ കൃഷ്ണൻ തൻ്റെ വിരലിൽ പിടിപ്പിച്ചുകൊണ്ട്? സോറി, അത് മറന്നുപോയി. ഏതായാലും ശരി, ഈ ഭൂമി ദേവിയാണ് ജഗതോദ്ധാരകൻ എന്നുള്ളതാണ് കൃഷ്ണന് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ യശ്ചായമധ്യാത്മം ശരീരസ്തേജോ മയോ മൃതായ പുരുഷ. ഇവിടെ ശ്രദ്ധിക്കണം, യശ്ചായമധ്യാത്മം. ഈ അധ്യാത്മം എന്ന് കേൾക്കുമ്പോൾ, ആധ്യാത്മികത എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. വെറുതെ ഇരിക്കുന്ന ഒരു പണിയും കിട്ടാണ്ട് തെണ്ടി തുക്കുമ്പോൾ എടുക്കേണ്ടതല്ല ആധ്യാത്മികത. മറിച്ച് ആധ്യാത്മികത എന്ന് എനിക്ക് കേൾക്കുമ്പോൾ മനസ്സ്, ബുദ്ധി, ബോധം, ചിന്തകളെ ഇവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഗോവർദ്ധനോദ്ധാരണം എന്ന് കേട്ടില്ല? ഗോവർദ്ധനോദ്ധാരണം തന്നെ അത് ഈ ഭൂമിദേവി ഉദ്ധരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കൃഷ്ണൻ ചെയ്തൊരു വേലയാണ് തൻ്റെ വിരലിൽ. അപ്പോൾ ചിന്തകളെയും മനസ്സിനെയും ബുദ്ധിയെയും ബോധത്തെയും നിയന്ത്രിച്ച് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ സമാജത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും മാനവരാശിക്കും പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പൊ യശ്ചായ മധ്യാത്മം, ഇങ്ങനെ ആ സമസ്ത മേഖലകളുടെ ഈ മനോബുദ്ധീന്ദ്രിയങ്ങളുടെ വികസിപ്പിക്കുന്നത്. ഒപ്പം ശരീരവും ഇതിനെ തേജോമയോ അമൃതായ, തേജസ്സാക്കി അമൃതത്വത്തിലോട്ട് വളർത്തുന്നു. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറഞ്ഞങ്ങനെ, മൈ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീര മനോബുദ്ധികൾ മധുവായി മാറട്ടെ. അപ്പോഴോ മധുവസൂയതേ ഇതി മധുസൂദന. നമ്മൾ കൃഷ്ണനെ വിളിക്കാറില്ലേ മധുസൂദന? അത് വാച വദാമി മധുമദ്ഭുയാസം മധു സദൃശം. ഋഗ്വേദ മന്ത്രമാണിത്. വാച, എൻ്റെ വാക്കിൽ മധു വരട്ടെ, എൻ്റെ പ്രവൃത്തിയിൽ മധു വരട്ടെ, എൻ്റെ ചിന്തകളിൽ മധു വരട്ടെ. അങ്ങനെ ഞാനൊരു തേൻകുടമായി മാറട്ടെ, എൻ്റെ ബുദ്ധിയിലൊരു തേൻകുടമായി മാറട്ടെ, എൻ്റെ 37 ട്രില്യൺ കോശങ്ങളും തേൻകുട്ടമായി മാറട്ടെ. ഇതാണ് വേദങ്ങളുടെ മിഷനുമെന്ന് ഞാൻ ഉൾക്കൊള്ളണം, നിങ്ങൾ ഉൾക്കൊള്ളണം, പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോഴോ ജിഹ്വാമേ മധുമത്തമാം കർണാഭ്യാം ഭൂരിവിശ്രമം. നമ്മൾ മേധാസൂക്തത്തിൽ പഠിച്ചില്ലേ? അതും യജുർവേദത്തിൽ തന്നെയാണ്. അപ്പോൾ ജിഹ്വാമേ മധുമത്, എൻ്റെ നാക്കിൽ തേനൂറി വരട്ടെ. ഈ മധുവിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് വേദകാലഘട്ടത്തിലെ മധുവിദ്യ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലെയും മധുവിധുവാക്കി മധുരം അനുഭവിക്കുന്ന പുരുഷനാണ് ഞാൻ. പുരുവിൽ ശയിക്കുന്ന പൂർണ്ണമായ ഈശ്വര ചൈതന്യമാണ്. അപ്പോൾ സർവസ്വപ്നവും മധു നിറച്ച് സ്വീറ്റ് ഡ്രീം കാണാനുള്ള ഒരു ജീവിതം. മധുവർഷം പ്രകൃതിയിലും എല്ലാവർക്കും മധുവിധു ജീവിതം. ഇതാണ് വേദങ്ങളുടെ വിഷനും മിഷനും. അപ്പോഴോ അയമേവ സയോ യാത്മാ ഇതമൃതം ഇതം ബ്രഹ്മ ഇതം സർവം. മധുവിദ്യയാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ തന്നെയാണ് ആത്മവിദ്യ. ആത്മവിദ്യ തന്നെയാണ് തത്വമസി. തത്വമസി തന്നെയാണ് കൈവല്യം. ശുദ്ധ പുരുഷ യോഗോ ഇതി കൈവല്യ. ആ കൈവല്യവും ഇതാണ് ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി ജഗന്മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്തദിണ്ടിമാഹ. ഇതാണ് വേദത്തിൻ്റെ പെരുമ്പറ ഘോഷം. എന്നിലാണ് ഈ മധു സമുദ്രം.
അപ്പോൾ വേദമാതാവിൻ്റെ അനുഗ്രഹം ആ അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരാനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും നിങ്ങൾക്കും എനിക്കും ലഭിക്കട്ടെ. ആ മധുവിദ്യയിലൂടെ ബ്രഹ്മസായുജ്യം നമുക്ക് ലഭിക്കട്ടെ. ഈ ബ്രഹ്മസായുജ്യം എനിക്ക് കിട്ടണം, എൻ്റെ കുടുംബത്തിന് കിട്ടണം, എൻ്റെ മക്കൾക്ക് കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടണം, നിങ്ങളുടെ മക്കൾക്ക് കിട്ടണം. ഈ സമൂഹത്തിൽ എല്ലാവർക്കും പരമശാന്തമായ ജീവിതം. ഇതാണ് മധുവിദ്യ വികസിക്കുമ്പോഴാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് വരുന്നത്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ.